ഭയങ്കര രസമാണ്. ഇത് ടേബിൾ ടോപ്പ് അല്ലേ ഇവിടെ കാണുന്നത്? ഇതാ ഗ്യാസിൽ പോലുന്ന സംഭവം കാണുന്നത് ഇവിടെ. ചേച്ചിക്കുട്ടി തലവേദനയാണോ? പാട്ട് പഠിക്കാൻ മുമ്പേ പാടിയ പോലെ അത് തന്നെ പാടണം. ചേട്ടൻ ഓക്കെ ആണോ? ചേട്ടനെ ബാക്ക്ഗ്രൗണ്ടിലോട്ടാക്കി ഞാൻ ഫ്രണ്ടിൽ കയറി ഇരുന്നിരിക്കുകയാണ് ഗൈസ്. ബാക്ക്ഗ്രൗണ്ട് ഈ സ്ഥലത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇത് പണ്ട് അണ്ടർ സീ ലെവൽ ആയിരുന്ന ഒരു സ്ഥലമാണ്. എന്റെ മോനെ നമ്മുടെ ഒരു വിൻഡോസിന്റെ വാൾപേപ്പർ ഫീൽ ഉണ്ട്. Guys! Hi! Sunset! Hello, Corso. Come on guys. So this Paraganus falcon is a bird of prey with a short hooked bill, a heavy powerful bill today, medium length tail and wings, and which are both close to the body and pointed at the tip. It mainly hunts other birds. So ഇതൊരു നമ്മുടെ നാട്ടിലെ പരുന്തൊക്കെ പോലത്തെ സാധന. It mainly hunts other birds, but it also takes small mammals. ശരിക്കും പരുന്താണോ ഇത്? അത് പരുന്തിന്റെ ഇനമാണ് ഫാൽക്കൺ. ശരിയാ. അതാണ് ഇത് ബുള്ളറ്റ് കണക്കാണ് മോളിൽ നിന്ന് വന്ന് പ്രേ ആക്രമിക്കുക. ഗ്രേറ്റ് സ്പീഡ് ആണ് ഇതിന്. അതാണ് ഒറ്റ അടി അടിക്കും. മോളിൽ നിന്ന് പറഞ്ഞത് ഒറ്റ അടി. Reaches at least 240 km/h. യൂട്യൂബിൽ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും, കാണാം. ഒറ്റ അടിയാ, ബുള്ളറ്റ് അടിക്കുന്ന പോലെ. ഒറ്റ ഷോട്ടിൽ പ്രേ ചത്തു. ഇവിടെ വെച്ചിട്ട് ഇവിടെ രണ്ട് കപ്പിൾസ് ഇപ്പം പ്രപ്പോസ് ചെയ്തവർ എൻഗേജ്ഡ് ആയി. ആൻഡ് ജിത്തു ജസ്റ്റ് ക്ലിക്ക് സം പിക്ചേഴ്സ് ഫോർ ദം ആൻഡ് ഐ ഫീൽ സോ ഹാപ്പി ഫോർ ദം. എനിക്ക് ഭയങ്കര സന്തോഷം അത് കണ്ടിട്ട്. കപ്പിൾസ് അവിടെ ഇരിപ്പുണ്ട് ഗൈസ്.
guys, we got a rainbow there. Wow. Look at this. ഞങ്ങൾ അവിടെയാണ് കാറ് പാർക്ക് ചെയ്തേക്കുന്നത്. ഞങ്ങളിപ്പോ ഇവിടെ എത്തി guys. ഇവിടെ ആട്ടുമാമ. ഫ്രീ ആയിട്ട് നമ്മൾ ആക്ച്വലി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇവിടെയാണ് എത്തേണ്ടത്. ഇതാണ് ക്യാസ്റ്റിൽ, ഇതാണ് വോക്ക്. അപ്പം സംഹൗ നമ്മളിതൊക്കെ എൻ്റെ ആയിട്ട് നമ്മൾ ഏകദേശം ഒരു ഹാഫ് കവർ ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളിപ്പം. ചേച്ചി പറഞ്ഞ പോലാണെങ്കിൽ ഇതിങ്ങനെ ക്രോസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും ഇതിൻ്റെ അപ്പുറത്തേക്ക്. ആക്ച്വലി അവൾ പറഞ്ഞ കറക്റ്റാണ്. സി ദിസ് ഈസ് ദ ഓൾ തിങ്. നമ്മൾ ഏകദേശം ഒരു 800 മീറ്ററും കൂടി ഇനി നടക്കാനുള്ളൂ. ഏകദേശം ഇതാണ് ഇപ്പോഴത്തെ സീനിക്ക്. ഏകദേശം കണ്ടാൽ ഞാൻ മലകളിലേക്ക് അടുത്തോട്ട് ചെല്ലും. ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഡോണഗലിലെ ഒരു കാസിലാണ്. ഇപ്പം നിങ്ങൾ എൻ്റെ പുറകെ കാണുന്നത് ആ കാസിലാണ്. നമുക്ക് ഉള്ളിലേക്ക് എൻട്രി ഇല്ല, പക്ഷെ ഇതിൻ്റെ ചുറ്റിനും നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡനും പിന്നെ ഒരു ലേക്കും ഉണ്ട്. നമ്മളൊരു 45 മിനിറ്റ്സ് ട്രെയിൽ വാക്ക് എടുത്തിട്ടാണ് നമ്മളിവിടെ എത്തിയത്. കുറച്ച് വിൻഡി ആയിരുന്നു, പക്ഷെ എങ്കിലും നല്ല രസമുള്ള മരകളും രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാക്കായിരുന്നു. അപ്പോൾ നമ്മളിപ്പം നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഇവിടെ ഒരു കഫേ ഉണ്ടായിരുന്നു, അവിടെ നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് പിക്ചേഴ്സൊക്കെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ വി റിയലി എൻജോയ്ഡ് ദിസ്. So if you guys are planning to come and visit this place, don't choose Monday or Saturday. This both days castle open ആയിരിക്കത്തില്ല. പിന്നെ ഐ തിങ്ക് സാറ്റർഡേ പോകണേ ഇപ്പം ബസ് റൂട്ട് അങ്ങ് അറ്റം വരെ ഉണ്ടെന്നൊക്കെ തോന്നുന്നു. ഇതിന്റെ കുറച്ചും കൂടെ അങ്ങോട്ട് പോയാൽ ഇതുപോലെ തന്നെ ഈ വ്യൂ കണ്ടിന്യൂ ചെയ്തിട്ട് കുറച്ചും കൂടെ മലകളും അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടേക്ക് എത്താനായിട്ട് ഹൈക്ക് ചെയ്ത് നമുക്ക് വരാനായിട്ടൊക്കെ പറ്റും. എന്തായാലും നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ വെബ്സൈറ്റ് നോക്കി ഇവിടെ കാസിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങളും പിന്നെ ബസ് സർവീസിന്റെ കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് വരുവാണെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ എല്ലാം വന്ന് കണ്ടു കേട്ട് പോകാനായിട്ട് പറ്റും. സോ യെസ് ഗൈസ്, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് So we are taking a picture.